യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനം എന്താ? മുത്തുനബിനോട് താല്പര്യമില്ലായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാനം എന്താ? പുണ്യനബിയോട് താല്പര്യമില്ലാതായതാണ്. ലിബറലിസത്തിൻ്റെ അടിസ്ഥാനം എന്താ? അഷ്റഫുൽ ഖൽഖിനോട് താല്പര്യമില്ലാതായതാണ്. ബിദ്അത്തിൻ്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബിയോട് താല്പര്യമില്ലാതായതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തലമ്മേ ചെവി എന്ന് പറയുന്ന ഈ ഉപകരണം ഫിറ്റ് ചെയ്ത് തന്നിട്ട് നമ്മളെ ഈ ദുന്യാവൊക്കെ അയച്ചതിൻ്റെ ശേഷം നമ്മൾ കേൾക്കേണ്ടി വന്ന ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്ന് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ പഠിക്കാൻ അനസ് റളിയല്ലാഹുവിനെ പഠിച്ചാൽ മതിയാവുന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന് 100 ചില്ലാനം വയസ്സ് ജീവിച്ചിട്ടുണ്ട്. 106, 110, 115, 20, 30, 50 വരെ അഭിപ്രായമുണ്ട്. 100 ചില്ലാനം വയസ്സ് ജീവിച്ച അനസ് റളിയല്ലാഹുവിനു അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ കവിളിലിങ്ങനെ തൊട്ടിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാൽ റോസാപ്പൂവിൻ്റെ മണം ഉണ്ടായിരുന്നു എന്നാണ്. 10 വയസ്സ് തികയുന്നതിൻ്റെ മുമ്പൊരിക്കൽ തൻ്റെ എളാപ്പ നബി തങ്ങളുടെ അടുത്തേക്ക് കൂട്ടി വന്നപ്പോൾ പുത്രവാത്സല്യം, കുട്ടികളോടുള്ള വാത്സല്യം കൊണ്ട് നബി തങ്ങളൊന്ന് ഉമ്മ വെച്ചിരുന്നു എന്നതാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് പഠിച്ചാൽ തീരാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനി വരുന്ന കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ അടങ്ങേറ് മുത്തുനബിയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലവലേശം സംശയം ഉണ്ടായാൽ മറുപടി കിട്ടുന്നതിൻ്റെ മുമ്പ് ഈമാൻ പോവും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി തങ്ങളെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഈ അടുത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു കാര്യമാണ്. ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു. ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നപ്പോൾ ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. നബി തങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഒരാട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല. ഒരാട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, അവൾക്ക് വേഗത്തിൽ ഒരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുക. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവൾക്കൊരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കൂന്ന് കേൾക്കുമ്പോൾ നമുക്ക് പടച്ചോനെ അന്നത്തെ കാലത്തേറ്റ് എന്തേലും ഉണ്ടായോ നാവല്ലാന്ന് തോന്നിയാൽ ഉടനെ പോകും ഈമാനെ. ലവലേശം മുഹമ്മദ് നബിയിൽ സംശയം വന്നാൽ മറുപടി വരുന്നതിൻ്റെ മുമ്പ് ഈമാൻ പോയിട്ടുണ്ടാവും. മറുപടി അടുത്ത ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയിട്ട് വേണ്ടി വരും വരാൻ, അപ്പോഴത്തേന് ഈമാൻ പോകും. മറുപടി കിട്ടുന്നതിൻ്റെ മുമ്പ് അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ താരതമ്യം എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ഇളകാൻ പാടില്ല. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഇൻ്റെ നബിൻ്റെ ഇരുന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു കൽബ് നമുക്കുണ്ടായിത്തീരണം. അതിന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചെങ്കിലേ അത് ഉണ്ടാവുള്ളല്ലോ. മറുപടി പിന്നത്തെ കാര്യമാണ്. മറുപടി എന്താ? പറഞ്ഞ സ്ഥിതിക്ക് മറുപടിയും കൂടിയും പറയാമെന്നുള്ളതേ ഉള്ളൂ. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സഹീഹിലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തൻ്റെ സഹീഹിലും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനെ വഴിതെറ്റിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്ന സന്ദർഭത്തിൽ മദീനക്കാരനായ ഒരു അൻസ്വാരിയായ മനുഷ്യൻ നബിനോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളങ്ങക്ക് ഞാൻ കെട്ടിച്ചേരട്ടെ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ കെട്ടിച്ചെന്നു എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു എന്ന്. രണ്ടാളും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പേരെ ചെന്നിട്ട് മോളോട് പറഞ്ഞു, മോളെ മദീനത്ത് പുതിയൊരു രാജാവ് വന്നിട്ടുണ്ട്, അന്നെ ഞാൻ മൂപ്പർക്ക് കെട്ടിച്ചു കൊടുക്കട്ടെ ചോദിച്ചു. രാജാവിനല്ലേ കെട്ടിച്ചോളി പറഞ്ഞു. എന്നാൽ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ചാണ്. നബി തങ്ങളുടെ കൂടെ സഹാബത്തുണ്ട്, പെണ്ണിൻ്റെ കൂടെ അവരുടെ രക്ഷിതാക്കളുമുണ്ട്. ഈത്തപ്പനത്തോട്ടം എന്ന് പറയുമ്പോൾ അന്നത്തെ ഓഡിറ്റോറിയമാണ്. അന്ന് കല്യാണം നടക്കുക ഈത്തപ്പനത്തോട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ചാണ് കല്യാണങ്ങൾ നടക്കാറുള്ളത്. അതാണ് ഈത്തപ്പനത്തോട്ടം എന്ന് പറയാനുണ്ടായ കാരണം. അങ്ങനെ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സഹാബത്തുണ്ട്, സ്ത്രീയുടെ കൂടെ രക്ഷിതാക്കളുണ്ട്. ഈ പെണ്ണിനെ ആദ്യമായിട്ട് കാണുമ്പോൾ പെണ്ണിന് തോന്നി, എൻ്റെ വാപ്പ എന്നോട് രാജാവിനെ കൊണ്ട് കല്യാണം നടത്താമെന്നാണ് പറഞ്ഞത്, ഇത് രാജാവൊന്നല്ലല്ലോ എന്ന് തോന്നി. ഈ വിവരമറിഞ്ഞ നബി തങ്ങൾ അവൾക്ക് ഇദ്ദയിരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്ത് ത്വലാക്ക് ചൊല്ലി പറഞ്ഞയച്ചു എന്ന താരീഖിനെ വഴിമാറ്റിയതാണ്. ഇങ്ങനെ തന്നെ ഓരോ കാര്യം ഏത് ഹദീസിൽ സംശയം തോന്നിയാലും അതേ ഹദീസ് തലക്കെന്ന് പഠിക്കുക വേണ്ടത്. കാരണം ഹദീസ് വഹയിൻ്റെ ഇൽമാണ്, അതിൽ തെറ്റുണ്ടാവില്ല. വഹയിൻ്റെ ഇൽമാണത് എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഏത് ഹദീസിൽ സംശയം തോന്നിയാലും ആ ഹദീസ് തലക്കെന്ന് പഠിച്ചാൽ ആ സംശയം തീർന്നു പോകും. അത്രയാണ് കാര്യമുള്ളൂ.
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പഠനം ഒരാളെക്കുറിച്ച് അറിയുമ്പോഴാണ് ആ ആളെ സ്നേഹിക്കാൻ വേണ്ടി പറ്റുക എന്ന് പറഞ്ഞത്. ഓരോ കാര്യങ്ങളും ഏത് മനുഷ്യനെയും പഠിക്കുമ്പോൾ ആദ്യം ആ മനുഷ്യൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അവിടെയാണ് നബി തങ്ങളുടെ 20 വാപ്പാര് വരുന്നത്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ബാബുസ്സലാം എന്ന് പറയുന്ന നമ്മൾ മദീനയിൽ ഉംറക്കൊക്കെ പോയാൽ പിന്നെ നബി തങ്ങളോട് സലാം പറയാൻ വേണ്ടി കയറുന്ന വാതിലാണ് ബാബുസ്സലാം. ബാബുസ്സലാം എന്ന് പറഞ്ഞ വാതിൽക്ക് കയറുന്നോട് തന്നെ വലത്ത് സൈഡിലായിരുന്നു എത്രേ നബി തങ്ങളുടെ പിതാവായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുണ്ടായിരുന്നത്. പഴയ കാലത്ത് അതിമ കുബ്ബൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ ഏതായാലും മാർബിൾ മാത്രമേ കാണാനുള്ളൂ, വേറൊന്നും കാണാനില്ല എന്നുള്ളതാണ്. മുമ്പുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവിടെയാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാൻ്റെ ഖബറുള്ളത്. വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലത്തും വ്യഭിചരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലഘട്ടത്തിലും മദ്യപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് 20 വാപ്പാരെ പഠിക്കേണ്ടി വന്നത്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വാഷിമുൻ അബ്ദു മനാഫി യന്തസിബ് കുസൈ കിലാബും മുറത്തുൻ കഅബുൽ ലുഗൈ ഗാലിബ് ഫിഹ്റും മാലികുൻ നളറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തും വമുദ്രിക ഇല്യാസു സുമ്മാമുദറുക്കും മുദ്രിക നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും ആതാ ബിഹി തിബിയാനു. ഞാൻ ഈ ചെല്ല് ബൈത്ത് അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹുവിൻ്റെ കിഫായത്തുൽ ഈമാൻ എന്ന കിതാബിലുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ ചെല്ലിയ ബൈത്തും കിഫായത്തുൽ ഈമാൻ്റെ ആദ്യത്തിൽ നിന്നാണ്. ഒരു പ്രത്യേകത ഉണ്ട്. കിഫായത്തുൽ ഈമാൻ്റെ രചയിതാവായ അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത ആളായിരുന്നു. കണ്ണ് കാണാത്ത കുറേ ആളുകളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കണ്ണ് കാണാത്ത ആളാണ്. ഉമ്മ ദോരന്ന് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു. 4000 ഉസ്താദുമാരിൽ നിന്ന് ഇൽമു പഠിച്ചിട്ടുണ്ട് എന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു. നമ്മൾ തമ്മിൽ തെറ്റിയ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുമല്ലോ. എന്താ മൂപ്പര പ്രത്യേകത? 4000 ഉസ്താദുമാരാ. നമുക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരുണ്ടാവില്ല. അതിൽ തന്നെ 1ാം ക്ലാസ്സിലെ ഇബ്രാഹിം അല്ലാക്കാനെ ഓർമ്മയില്ല. അങ്ങനെയാണ്. 4 മര്യാദക്ക് ഉണ്ടാവില്ല. ഓലെ കണ്ടിട്ട് കാലം കുറേ ആയിട്ടുണ്ടാവും. അതാണ് നമ്മളെ കുഴപ്പമെന്ന് പറയുന്നത്. 4000 ഗുരുനാഥന്മാരാണ് മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്. മഹാനവറുകൾ ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച കുറഞ്ഞ ആളായിരുന്നു. ഉമ്മാൻ്റെ ദുആണ്. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് ആളുണ്ട്.